അറൌണ്ട് 2 to 3 years ആയിട്ട് ഞാൻ ഇ കൊമേഴ്സ് ഫീൽഡിലുണ്ട്. ആൻഡ് ഈ ഒരു 3 ബിസിനസ് മോഡലാണ് എനിക്ക് എപ്പോഴും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. സോ ഈ ഒരു 3 ബിസിനസ് മോഡൽ വെച്ച് ഈ ഒരു മന്ത് ഏകദേശം 13K+ റവന്യൂ ജനറേറ്റ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ്, സെക്കൻഡ് വൺ ഈസ് റീസെല്ലിംഗ്, ആൻഡ് തേർഡ് ഈസ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഞാൻ ഈ ഒരു മാസമാണ് ഏകദേശം 20K റവന്യൂ കംപ്ലീറ്റ് ആക്കിയുള്ളത്. സോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ഇവരോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ഇടയ്ക്ക് കമ്മ്യൂണിറ്റി ടാബ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പ്രോഗ്രാം ലോഞ്ച് ആക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് ബിഗിനർ ഫ്രണ്ട്ലി പ്രോഗ്രാമാണ്. വിത്തിൻ 90 days കൊണ്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രോഡക്റ്റ് ആ ഒരു ഫീൽഡിൽ സക്സസ് ആവാൻ പറ്റുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിങ്ങിൽ നിങ്ങൾക്ക് എന്താണ് എക്സ്പേർട്ട് ആവാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളൊരു ബിഗിനർ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും ആരോടെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് AI ഓട്ടോമേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാഗ്രാം ഗ്രോത്ത് സ്ട്രാറ്റജീസ്, എല്ലാ സംഭവവും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഒരു പ്രോഡക്റ്റ് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, എങ്ങനെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ ഒരു നീഷ് ക്രിയേറ്റ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ലൈഫ് ടൈം സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സോ ഇതിന് ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 199 ആണ് നമ്മളതിൻ്റെ പ്രോഗ്രാം ഫീ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ഒരു കോഡ് ഉണ്ട്, അബി RIX നിങ്ങൾ എന്താണ് ഡിസ്കൗണ്ട് കോഡായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഏകദേശം 5 ദിവസം മാത്രമേ ആ ഒരു കോഡ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് താല്പര്യമുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ നല്ല ഫ്രണ്ട്സിൻ്റെയൊക്കെ നിങ്ങൾക്ക് എന്താണ് ഏർണിങ്സുകളൊക്കെ ജനറേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് 90 days മാത്രം മതി. നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ ഇന്നോട്ട് കൗണ്ട് ചെയ്ത് തുടങ്ങിക്കോ. വിത്തിൻ 90 daysനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് സക്സസ് ആവാൻ പറ്റിയിരിക്കും. ഓക്കെ, സോ കൺസിസ്റ്റൻസി വേണം. അത് ചെയ്യാൻ താല്പര്യമുള്ള ഫ്രണ്ട്സ് മാത്രം ജോയിൻ ചെയ്തോ. ആൻഡ് നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ഒരു 3 മെത്തേഡാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഈ ഒരു 3 മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോണും ഒരു ഇന്റർനെറ്റ് കണക്ഷനും മാത്രം മതി. സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഡയറക്റ്റ് ഞാൻ എക്സ്പ്ലനേഷൻ കടക്കാം. ഓൾറെഡി ഞാൻ ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ വീഡിയോ കാണാൻ പറ്റുന്നതായിരിക്കും. റീസെല്ലിംഗ് ആയിക്കോട്ടെ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് കാണാൻ പറ്റുന്നതായിരിക്കും. ഫസ്റ്റ് വൺ, ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക. എക്സാമ്പിളായിട്ട് കോഴ്സസ്, ഇ ബുക്സ്, സബ്സ്ക്രിപ്ഷൻസ്, മെന്റർഷിപ്പ്, ഇതുപോലെ പല രീതിക്കും പല സംഭവമുണ്ട്. ഇപ്പോൾ കോഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കഴിവുണ്ടെങ്കിൽ ആ ഒരു കഴിവ് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ എനിക്കറിയാം എന്താണ് ഫിറ്റ്നസിനെ കുറിച്ച് അറിയാം. സോ ഫിറ്റ്നസിനെ കുറിച്ച് ഞാൻ ഒരു കോഴ്സ് തയ്യാറാക്കിയാൽ എനിക്ക് ഓൺലൈൻ വഴി അത് പ്രൊമോട്ട് ചെയ്ത് സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അതാണ് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ്. അതുപോലെ മെന്റർഷിപ്പ്, എനിക്ക് ലൈവ് ക്ലാസ് കൊടുക്കാൻ അറിയാം. അതായത് ഒരാൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ അറിയാം. സോ അതൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് മെന്റർഷിപ്പ് വയ്ക്കാൻ പറ്റുന്നതായിരിക്കും. ജോയിൻ ചെയ്യണമെങ്കിൽ ഇത്ര ഫീ അടച്ചണം. സോ അതൊക്കെ നിങ്ങൾക്ക് എന്താണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അത്യാവശ്യം റവന്യൂ കാണാൻ ജനറേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ പലരും പറയുന്നുണ്ട് ഞാൻ ഈ പറയുന്നതൊക്കെ ഫേക്ക് ആണ്, അതാണ് ഇതാണ്. സോ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ എടുക്കുക, സെർച്ച് ചെയ്ത് നോക്കുക. ഇത് 2026 നിങ്ങൾ ഗൂഗിൾ എടുക്കുക, സെർച്ച് ചെയ്ത് നോക്കുക ഇതൊക്കെ ഫേക്ക് ആണോ സ്കാം ആണോ എന്നൊക്കെ. ആൻഡ് ഐ ഡോണ്ട് കെയർ, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്നെ കുറിച്ച് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് കുഴപ്പമില്ല. സോ എനിക്ക് അറിയാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. സോ അതിന് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, എനിക്കറിയാനുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യും. ആൻഡ് ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാതെ ഇപ്പോൾ ഒരാൾ ഏണിങ്സ് ഉണ്ടാക്കും. സോ ഒരാൾ ഏണിങ്സ് ഉണ്ടാക്കിയിട്ട് അവൻ ഇത് ഏണിങ്സ് കിട്ടുന്നുണ്ട് ആൻഡ് എനിക്കിത് കിട്ടുന്നില്ല. സോ അവ എന്ത് ഉടായ്പ ചെയ്യില്ല അവനിക്ക് ഏണിങ്സ് കിട്ടുന്നത്. ഗൈസ്, അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഇങ്ങനെ ഒന്ന് കമന്റ് ഇടുന്നത്. സോ ഐ ഡോണ്ട് കെയർ. അപ്പോൾ എനിക്ക് അറിയുന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ആൻഡ് എനിക്ക് ഒരു കുഴപ്പമില്ല. ഇനി വീഡിയോ ഇടും, എനിക്ക് ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ എന്നെ സപ്പോർട്ട് ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ജേർണിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അല്ലാത്തവർ ജസ്റ്റ് അവോയ്ഡ്, ജസ്റ്റ് സ്കിപ്പ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഡിജിറ്റൽ പ്രോഡക്ട്സ് അല്ലേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു നീഷ് നിങ്ങൾ ചൂസ് ചെയ്യുക, കാറ്റഗറി നിങ്ങൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നോളജുള്ള കാറ്റഗറി ചൂസ് ചെയ്യുക. ട്രേഡിംഗ് ആണെങ്കിലോ, ഫിനാൻസിങ് ആണെങ്കിലോ, മോട്ടിവേഷൻ ആണെങ്കിലോ എല്ലാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഏതെങ്കിലും ഒരു സംഭവം ചൂസ് ചെയ്യുന്ന ശേഷം ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ മേക്ക് ചെയ്യുക. ആൻഡ് ആ ഒരു പ്രോഡക്റ്റ് ഏതെങ്കിലും വെബ്സൈറ്റ് ഇടുക. എക്സാമ്പിളായിട്ട് സൂപ്പർ പ്രൊഫൈൽ, ജംറോഡ്, പേഷിപ്പ്, ഇങ്ങനെ പല വെബ്സൈറ്റ് ഉണ്ട്. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇടാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് പേയ്മെന്റ് ഒക്കെ ക്രിയേറ്റ് ആക്കിയതിനു ശേഷം ആ ഒരു വെബ്സൈറ്റ് നമുക്ക് ഷെയർ ചെയ്തതിനു ശേഷം അവരെന്ന് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്താൽ അവർക്ക് ഒറ്റയടിക്ക് തന്നെ ആ ഒരു പ്രോഡക്റ്റും കിട്ടും, നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് പൈസയും കിട്ടും. സോ ഇതെല്ലാ സംഭവം എങ്ങനെ കാറ്റഗറി ചൂസ് ചെയ്യാൻ പറ്റും, എങ്ങനെ എല്ലാ സംഭവവും നമ്മുടെ പ്രോഗ്രാമിൽ ആഡാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ജസ്റ്റ് വൺ ടൈം പേയ്മെന്റ് അല്ല, നിങ്ങൾക്ക് അങ്ങോട്ട് ഇനി ഒരു പേയ്മെന്റ് കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് 0 കോസ്റ്റ് തന്നെ എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. സോ ഈ ഒരു മന്താണ് ഞാൻ നമ്മുടെ ഈ ഒരു വർഷത്തിന്റെ 20K റവന്യൂ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. സോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലായി കാണും, ഇതൊരിക്കലും ഒരു ഈസി അല്ല. ഒരു ടൈം പീരീഡ് എനിക്ക് പറയാനായിട്ട് വലിയ സംഭവത്തിന് ഞാൻ എല്ലാത്തിനും ടൈം പീരീഡ് കൊടുക്കുന്ന വെച്ചാൽ 90 ദിവസമാണ്. 90 ദിവസം ആകുമ്പോൾ ഏകദേശം 3 ദിവസമാണ് നമുക്ക് ബേസിക് ബിൽഡ് ചെയ്യാം, അഡ്വാൻസ് ലെവലിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് ഒരു വീട് പണി നടക്കുന്ന കണക്ക് തന്നെ
നമുക്ക് ഈ ഒരു ഓരോ മാസം നോക്കി ബിൽഡ് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ട് ഞാൻ 90 ദിവസം കണക്ക് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു പ്രോഗ്രാമിൽ ഞാൻ 90 ദിവസം കണക്ക് പറയുന്നത്. അപ്പോൾ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് സക്സസ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കില്ല ഞാൻ പറയുന്നില്ല. ഇപ്പം ഒരു പ്രോഡക്റ്റ് എടുത്താൽ ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ അടുത്ത് പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, സോ അതിനൊരു ചെറിയ പെർസെൻറ്റേജ് കമ്മീഷൻ നമുക്ക് കിട്ടും. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ലോ ടിക്കറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഹൈ ടിക്കറ്റ് ചെയ്യാനായിട്ട് പറ്റും. ലോ ടിക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 300 to 1.5K ആ റുപ്പീസിനൊക്കെയാണ് നമുക്ക് ലോ ടിക്കറ്റ് പറയാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ മിഡ് ടിക്കറ്റും ഉണ്ട്, ഹൈ ടിക്കറ്റും ഉണ്ട്. അപ്പോൾ ഈ ഒരു കാറ്റഗറി ഉണ്ട്. ഈ 3 കാറ്റഗറിയിൽ നിങ്ങൾ ലോ ടിക്കറ്റ് പ്രോഡക്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് അറൗണ്ട് ഒരു 300 to 1000 റുപ്പീസൊക്കെ നിങ്ങൾ ഏതെങ്കിലും പ്രോഡക്റ്റ് ചൂസ് ചെയ്തിട്ട് ആ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് അല്ലെങ്കിൽ അടുത്ത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിനനുസരിച്ച് കമ്മീഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ അറൗണ്ട് ഒരു 300 റുപ്പീസിൻ്റെ ഒരു 10% നിങ്ങൾ ഒരു സെല്ല് അടിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ആ 10% കമ്മീഷൻ കിട്ടുള്ളൂ. ബട്ട് നിങ്ങൾ ഹൈ ടിക്കറ്റിലോട്ട് പോയിട്ട് അറൗണ്ട് ഒരു 10K അല്ലെങ്കിൽ 50K റുപ്പീസിൻ്റെ ഒക്കെ ഒരു പ്രോഡക്റ്റ് എടുത്തതിന് ശേഷം അത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു 30% വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം സെയിൽ കിട്ടും അത്രയും മാത്രം സെയിലടിച്ചത് കമ്മീഷൻ നിങ്ങൾക്ക് ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒരുപാട് പ്രോഡക്റ്റ് ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലെ കമ്പനീസ് മാത്രമല്ല, വേറെ ഒരുപാട് ഹൈ പേയിങ് കമ്പനീസ് ഉണ്ട്. ഓക്കെ, സോ അവരിലൊക്കെ നിങ്ങൾക്ക് എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ പ്രോഗ്രാമിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ആ ഒരു കമ്മീഷൻ കിട്ടാൻ നിങ്ങൾക്ക് എലിജിബിൾ ആവുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനൊരു കമ്പനി ആണെങ്കിൽ, ഞാനൊരു അഫിലിയേറ്റ് പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമ്പനിയിലെ ആ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ എൻ്റെ ഒരു പ്രോഡക്റ്റ് ലിങ്ക് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ആ ലിങ്ക് എടുത്തതിന് ശേഷം എൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ ആമസോണിൽ പോയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ താല്പര്യം ഫ്രണ്ട്സ് ആണെങ്കിൽ ആമസോണിലേക്ക് പോവുക, അതിനുശേഷം അഫിലിയേറ്റ് അക്കൗണ്ട് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം എന്താണ് പ്രൊമോട്ട് ചെയ്ത് തുടങ്ങുക. സോ ഇത്ര മാത്രമേ ഉള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് റീസെല്ലിംഗ്. സിമ്പിളാണ്, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഒരുപാട് റീസെല്ലിംഗ് പേജ് ഉണ്ട്. അപ്പോൾ ആ റീസെല്ലിംഗ് പേജിന് പോയതിനു ശേഷം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവരുടെ പ്രോഡക്റ്റ് റീസെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് മീഷോ വഴി റീസെല്ലിംഗ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ എനിക്ക് ഏകദേശം 20 ഓർഡേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഇയർ. അതുപോലെ തന്നെ ഞാനിപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്കൊരു ഓർഡർ ഇന്നലെ കൺഫേം ആയിട്ടുണ്ട്. ആ ഒരു ഓർഡർ ഓൺ ദ വേ ആണ്. അറൗണ്ട് 300 റുപ്പീസാണ് എൻ്റെ മാർജിൻ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ സിമ്പിളാണ്. ഞാൻ മെറ്റാഡ്സ് റൺ ചെയ്തിട്ടില്ല. ആ ഒരു സംഭവത്തിന് ഓർഗാനിക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓർഗാനിക് ഉണ്ടെങ്കിൽ ഇപ്പം മീഷോയിൽ കയറുന്നുണ്ട്, ഒരു പ്രോഡക്റ്റ് എടുക്കുന്നുണ്ട്, നമ്മുടെ ഒരു കസ്റ്റമറിനെ പിടിക്കുന്നുണ്ട്, ആൻഡ് ഒരു കസ്റ്റമർ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം നമ്മൾ എന്താണ് ഒരു 300 റുപ്പീസിൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ പറയുകയാണ് അതിൻ്റെ 500 ആണ്. അങ്ങനെ നിങ്ങൾക്ക് റീസെല്ലിംഗ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് മാർജിൻ അടങ്ങിയതിനു ശേഷം സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആ ഒരു ഓർഡർ കൺഫേം ആയിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് എന്താണ്, അതായത് റീസെല്ലിംഗ് ഒക്കെ എക്സ്പയർ ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു മാർജിൻ കയറുന്നതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ മീഷോ യൂസേജ് ചെയ്യാനായിട്ട് പറ്റും. അല്ല നിങ്ങൾക്ക് പല കമ്പനീസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരുപാട് സ്റ്റോഴ്സ് കാണാൻ പറ്റും. ഓഫ്ലൈൻ സ്റ്റോർ ആയാലും കാണാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു റീസെല്ലിംഗ് തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഓഫ്ലൈനായിട്ടും ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു കാർ ആക്സസറീസ് ആണെങ്കിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചതിന് ശേഷം എന്താണ് ആ ഒരു പ്രോഡക്റ്റിന്റെ ഒരു 2x അല്ലെങ്കിൽ ഒരു 5x എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് എന്താണ് ബൾക്കാക്കി നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഈ പറയുന്ന അറൗണ്ട് എല്ലാം നിങ്ങൾ ഫേക്ക് ആണ്, ഇത് ഏണിങ്സ് കിട്ടൂല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഏൺ ചെയ്യുന്നത്? സോ അതുപോലെ തന്നെ എന്താണ് ഈ ഇ കൊമേഴ്സ് ഫീൽഡിലുള്ള എന്താണ് നിങ്ങൾ എല്ലാവരും ഏൺ ചെയ്യുന്നത് ചിന്തിച്ച് നോക്കുക. ഓക്കെ, നിങ്ങൾ ഫേക്ക് ആണ് എന്ന് പറയുന്നത് നിങ്ങൾ ഫേക്ക് ആയിക്കൊണ്ടിരിക്കുക, എനിക്കൊരു കുഴപ്പമില്ല. സോ എൻ്റെ നോളജാണ് ഷെയർ ചെയ്യുന്നത്. ആൻഡ് അറൗണ്ട് ഞാൻ പറഞ്ഞത് ഈ 2 to 3 years ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, ഒരു 2.5 വർഷം. ഓക്കെ, അത്ര എടുത്താൽ മാത്രം മതി. അപ്പം നിങ്ങൾക്കും ഇതുപോലെ സെറ്റാക്കാൻ പറ്റുന്നതായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് സീരിയൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടിന്റെ കമന്റ് ചോദിക്കാൻ മറക്കണ്ട. ആൻഡ് ഇതിന്റെ 3 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. 3 വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക്, അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സോ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ധൈര്യമാണെങ്കിൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തോ, നിങ്ങൾക്ക് എന്താണ് ഒരു റിഗ്രറ്റും വരില്ല. ഓക്കെ, നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും, ലൈഫ് ടൈം സപ്പോർട്ട് കിട്ടും. ഇനി അങ്ങോട്ട് ഒന്നും നിങ്ങൾക്ക് വേണ്ട, ഫ്യൂച്ചറിലേക്കുള്ള അപ്ഡേറ്റ്സ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, താഴെ ലിങ്ക് കൊടുത്തേക്കാം, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് വേണമെങ്കിൽ നമ്മുടെ അബി RIX എന്നുള്ള ഓപ്പൺ കോഡ് നിങ്ങൾ അടിച്ചിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും, എന്നോട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോ വേണം, നമ്മുടെ ആമസോണിൻ്റെയും അതുപോലെ തന്നെ പിൻട്രസ്റ്റിൻ്റെയും പിന്നെ എന്താണ് ഒരു മീഷോയുടെ ഒരു ഫുൾ റോഡ് മാപ്പ് ഉണ്ട്, അത് പെൻഡിങ്ങിലാണ്. ഓക്കെ, സോ അതൊക്കെ നമ്മൾ ഓൺ ദ വേ ആയിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ഡിജിറ്റൽ പ്രോഡക്റ്റിൻ്റെ റോഡ് മാപ്പ് നമ്മൾ ഇറക്കുന്നുണ്ട്. സോ ഒരു കോഴ്സിൻ്റെ വേറെ സംഭവം നമ്മൾ ഇറക്കുന്നുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആക്കുക. അപ്പോൾ ഇതിൽ മികച്ച അടുത്ത വീണ്ടും കാണാം. സീ യു ഗൈസ്.